1986 ഏപ്രിൽ 25 ഉക്രൈനിലെ പ്രിപ്യാറ്റ് നഗരം ശാന്തമായി ഉറങ്ങുകയായിരുന്നു. ആധുനിക സോവിയറ്റ് യൂണിയന്റെ അഭിമാനസ്തംഭമായ ചെർണോബിൽ ആണവ നിലയത്തിലെ 4-ാം നമ്പർ റിയാക്ടറിനുള്ളിൽ ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ദുരന്തത്തിന്റെ തിരക്കഥ അണിയറയിൽ ഒരുങ്ങുകയായിരുന്നു. അർദ്ധരാത്രി പിന്നിട്ട സമയം രാത്രി 1 മണി കഴിഞ്ഞ് 23 മിനിറ്റ്. ഒരു ലളിതമായ സുരക്ഷാ പരിശോധനയായിരുന്നു ലക്ഷ്യം. എന്നാൽ ഒരുപിടി തെറ്റായ തീരുമാനങ്ങളും ഡിസൈനിലെ ചെറിയൊരു പിഴവും ചേർന്ന് ആ നിമിഷത്തെ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ സെക്കൻഡായി മാറ്റി. റിയാക്ടറിനുള്ളിലെ താപനില സൂര്യന്റെ ഉപരിതലത്തേക്കാൾ 10 ഇരട്ടി വേഗത്തിൽ കുതിച്ചുയർന്നു. നിയന്ത്രണ ദണ്ഡുകൾ താഴ്ത്താൻ ഓപ്പറേറ്റർ അലക്സാണ്ടർ അക്കിമോവ് ശ്രമിച്ചെങ്കിലും അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. സെക്കൻഡുകൾക്കുള്ളിൽ 1000 ടൺ ഭാരമുള്ള കോൺക്രീറ്റ് മേൽക്കൂര പപ്പടം പോലെ പൊട്ടിത്തെറിച്ച് ആകാശത്തേക്ക് ഉയർന്നു. നിലയത്തിനു പുറത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്നവർ കണ്ടത് രാത്രിയെ പകലിക്കുന്ന നീല കലർന്ന വെള്ള വെളിച്ചമായിരുന്നു. ആ വെളിച്ചം വെറുമൊരു കാഴ്ചയായിരുന്നില്ല, അത് മരണത്തിന്റെ വികിരണങ്ങളായിരുന്നു. തീയണയ്ക്കാൻ ഓടിയെത്തിയ അഗ്നിശമന സേനാംഗങ്ങൾ തങ്ങൾ നേരിടുന്നതെന്താണെന്ന് അറിഞ്ഞിരുന്നില്ല. അവർ ചവിട്ടി നിന്നത് വെറും ചാരത്തിലല്ല, മറിച്ച് റേഡിയോ ആക്റ്റീവ് ഗ്രാഫൈറ്റ് കഷണങ്ങളിലായിരുന്നു. മിനിറ്റുകൾക്കുള്ളിൽ അവരുടെ തൊലിപ്പുറത്ത് അജ്ഞാതമായ പൊള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടു. ഉള്ളിൽ ലോഹത്തിന്റെ രുചി പടർന്നു. റിയാക്ടർ പൊട്ടിത്തെറിച്ച വിവരം മോസ്കോയിലെ ഉന്നത ഉദ്യോഗസ്ഥർ വിശ്വസിക്കാൻ വിസമ്മതിച്ചു. റിയാക്ടർ സുരക്ഷിതമാണ്, വെറും തീപിടുത്തം മാത്രം എന്ന നുണ പടരുമ്പോൾ മാരകമായ അദൃശ്യ കണികകൾ കാറ്റിലൂടെ യൂറോപ്പിലുടനീളം സഞ്ചരിക്കുകയായിരുന്നു. അടുത്ത ദിവസം പ്രിപ്യാറ്റിലെ കുട്ടികൾ സ്കൂളിലേക്ക് നടന്നു. ആളുകൾ വെയിലുകായനായി പുറത്തിറങ്ങി. എന്നാൽ അവർ ശ്വസിച്ചിരുന്നത് എണ്ണമറ്റ എക്സ്റേകൾക്ക് തുല്യമായ മാരകമായ റേഡിയേഷനായിരുന്നു. ഒടുവിൽ 36 മണിക്കൂറിന് ശേഷം നഗരമൊഴിപ്പിക്കാൻ ഉത്തരവിട്ടു. 3 ദിവസത്തേക്ക് മാത്രം പുറത്തു പോവുക എന്ന അനൗൺസ്മെന്റ് വിശ്വസിച്ച് കയ്യിലുണ്ടായിരുന്ന ചെറിയ ബാഗുകളുമായി 50,000 ആളുകൾ ആ നഗരം വിട്ടു. അവർ മടങ്ങി വരുമെന്ന് കരുതിയ ആ വീടുകളിലേക്ക് പിന്നീട് ആരും വന്നില്ല. പ്രിപ്യാറ്റ് ഒരു പ്രേത നഗരമായി മാറി. റേഡിയേഷൻ തടയാൻ ഹെലികോപ്റ്ററുകളിൽ നിന്നും ടൺ കണക്കിന് മണലും ബോറോണും റിയാക്ടറിലേക്ക് വർഷിച്ചു. ആ പൈലറ്റുമാരും റിയാക്ടറിന് താഴെ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴുക്കിക്കളയാൻ ഇരുട്ടിലേക്കിറങ്ങിയ 3 സൂയിസൈഡ് സ്ക്വാഡ് അംഗങ്ങളും ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ പകുതി യൂറോപ്പ് ഇന്ന് ഭൂമുഖത്തുണ്ടാകുമായിരുന്നില്ല. ആണവോർജം മനുഷ്യനെ ഇരുട്ടിൽ നിന്ന് രക്ഷിക്കുമെന്ന് വിശ്വസിച്ച ഒരു ജനതയ്ക്ക് ആ വെളിച്ചം തന്നെ ശാപമായി മാറി. മരിച്ചവരുടെ എണ്ണം ഔദ്യോഗിക കണക്കുകളിൽ ഒതുങ്ങി നിന്നെങ്കിലും തലമുറകളോളം ആ ദുരന്തത്തിന്റെ നിഴൽ ഉക്രൈനിലെ മണ്ണിലും വെള്ളത്തിലും അവശേഷിച്ചു. ഇന്ന് ചെർണോബിൽ ഒരു സ്മാരകമാണ്, മനുഷ്യന്റെ അഹങ്കാരത്തിനും ഒളിപ്പിച്ചുവെച്ച നുണകൾക്കും നിശബ്ദത ഭയാനകമായ ഒരു ശബ്ദമായി മാറുന്ന നിമിഷങ്ങൾക്കും സാക്ഷിയായി നിൽക്കുന്ന ഒരു ശവപ്പറമ്പ്.